വിഖ്യാത സാഹിത്യകാരൻ എം.ടി. വാസുദേവൻ നായർക്കും ഭാവഗായകൻ പി. ജയചന്ദ്രനും ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. പെരിയ എസ്.എൻ. കോളേജിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ വത്സൻ പിലിക്കോട് അനുസ്മരണ പ്രഭാഷണം നടത്തി. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. മലയാളത്തിന്റെ അതുല്യ സാഹിത്യകാരൻ എം.ടി. വാസുദേവൻ നായർക്കും ഭാവഗായകൻ പി. ജയചന്ദ്രനും ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പെരിയ എസ്.എൻ. കോളേജിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനുമായ ഡോക്ടർ വത്സൻ പിലിക്കോട് അനുസ്മരണ പ്രഭാഷണം നടത്തി. ചരിത്രത്തെ മനോഹരമാക്കി പുതുക്കിപ്പണിത എഴുത്തുകാരനാണ് എം.ടി. വാസുദേവൻ നായരെന്ന് അനുസ്മരണ പ്രഭാഷണത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എം.ടി. എന്നത് അർത്ഥദീർഘമായ ഒരു ദ്വയാക്ഷരമാണ്. എം.ടി. എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അദ്ദേഹം കൈവെക്കാത്ത മേഖലകളില്ല. അദ്ദേഹം ജീവിതത്തിൽ തോറ്റത് മരണത്തോട് മാത്രമാണ്. പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ മൂകാംബികയിൽ പോയിട്ടുണ്ട്. 80ാമത്തെ വയസ്സ് വരെ അദ്ദേഹം മൂകാംബികയിൽ അദ്ദേഹത്തിൻ്റെ പിറന്നാഘോഷത്തിന് വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം കാഞ്ഞങ്ങാട് നിന്ന് ഒരു സഹയാത്രികനായി ഒരു 10-12 വർഷക്കാലത്തോളം എം.ടിയുടെ കൂടെ നിരന്തരമായി യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മലയാളത്തിൽ തന്നിട്ടുള്ള ഏറ്റവും വലിയ സംഗതി ചരിത്രത്തെ സമർത്ഥമായിട്ട് അദ്ദേഹം മാറ്റിയെഴുതി എന്നുള്ളതാണ്. എങ്ങനെയാണ്? അപ്പോൾ വടക്കൻ വീരഗാഥ എന്ന സിനിമയുടെ തിരക്കഥയിൽ അദ്ദേഹം കാണിക്കുന്നൊരു സംഗതി, ഒരു ചരിത്രത്തെ നമുക്കറിയാം, ചന്തുവിനെ ചതിയനായിട്ടാണ് വടക്കൻ പാട്ടിൽ പറയുന്നത്. പക്ഷെ അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് അതിനെ ഒന്ന് പുതുക്കി പണിയുകയാണ് ചെയ്തത്. വിമർശനങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടും ചരിത്രത്തെ വളരെ സമർത്ഥമായി പുതുക്കി പണിയുക വഴി ചന്തു എന്ന കഥാപാത്രത്തിന് നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യേകമായ ഭാവം ഉണ്ടായി. കോളേജ് പ്രിൻസിപ്പൽ E.S. ലത അധ്യക്ഷയായി. ചടങ്ങിൽ എസ്.എൻ. ട്രസ്റ്റ് ചെയർമാൻ സി. രാജൻ പെരിയ, വിദ്യാഭ്യാസ സമിതി ചെയർമാൻ K.V. ബാലകൃഷ്ണൻ മാസ്റ്റർ, ട്രസ്റ്റ് അംഗം ഗണേശ് അരമങ്ങാനം തുടങ്ങിയവർ സംസാരിച്ചു. മലയാള വിഭാഗം അധ്യാപകൻ അഭിലാഷ് കുമാർ സ്വാഗതം പറഞ്ഞു. പി. ജയചന്ദ്രന്റെ മനോഹര ഗാനങ്ങൾ കോർത്തിണക്കി നടത്തിയ പരിപാടി മലയാളത്തിലെ അതുല്യ പ്രതിഭകൾക്കുള്ള ഉചിതമായ അനുസ്മരണയായി മാറി. അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഉദുമ.